ഏവർക്കും നമസ്കാരം. ആദിത്യ ഹൃദയ സ്തോത്രത്തിലേക്ക് സ്വാഗതം. ലോകത്തിന് മുഴുവൻ പ്രകാശം പകരുന്ന ഒരു മഹാതേജസ്സാണ് ആദിത്യൻ. അതിഥിയുടെ പുത്രനായതുകൊണ്ട് ആദിത്യൻ. വെളിച്ചം തേടുന്ന ഏതൊരു സംസ്കൃതിയും ആദിത്യനെ ആരാധിക്കുന്നു, ആദരിക്കുന്നു. സ്വസ്തി തേ സൂര്യ തേ സ്വസ്തി. ഭാരതീയ സംസ്കാരത്തിൽ ആദിത്യന് ഉജ്ജ്വല സ്ഥാനമാണ് ഉള്ളത്. സന്ധ്യാവന്ദനത്തിൽ സൂര്യാരാധന നടത്തുന്നു. ഋഗ്വേദത്തിൽ അന്തർഹിതമായ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ടാണ് സൂര്യദേവനോടുള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്. പ്രകൃതി ശക്തികളിൽ ഒന്നായ ജീവന്റെ അഭംഗുരമായ നിലനിൽപ്പിന് അനിവാര്യമായ സൂര്യനെ ദേവതയായി കാണുന്നവരാണ് നാം. സൂര്യനില്ല എങ്കിൽ ഭൂമിയും അതിലെ ചരാചരങ്ങളുമില്ല. അവിരാമമായി കത്തിയെരിയുന്ന സൂര്യനാണ് നമ്മുടെ ഊർജ സ്രോതസ്. അതിനാൽ ജീവിതപാതയിലെ ഇരുളകറ്റാൻ, പ്രതിസന്ധികളെ മറികടക്കുന്നതിനുള്ള ശക്തി പകരാൻ, വെളിച്ചം കോരിക്കുടിക്കാൻ, നമ്മുടെ ദിഷണയെ പ്രചോദിപ്പിക്കാൻ നാം സവിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഗായത്രി മന്ത്രം പോലെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. രാമായണ കഥയാണ് ഈ മന്ത്രത്തിന് പശ്ചാത്തലം. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പാർത്ഥൻ തളർന്നിരുന്നപ്പോൾ പാർത്ഥസാരഥിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശത്തിലൂടെ അർജുനനെ ഉണർത്തിയെടുത്ത കഥ നമുക്കറിയാം. സമാനമായി ശ്രീരാമ രാവണ യുദ്ധത്തിൽ രാവണൻ അജയ്യനായി നിലകൊണ്ടപ്പോൾ മാനുഷവേഷം ധരിച്ച ശ്രീരാമനായി നിൽക്കുന്ന യോദ്ധാവിന് മാനസികമായി തളർച്ച ബാധിക്കുകയുണ്ടായി. രാക്ഷസ രാജനുമേൽ ശ്രീരാമന്റെ വിജയം അനിവാര്യമായതിനാൽ അഗസ്ത്യമുനി ഉടൻ പ്രത്യക്ഷനാവുകയും ശ്രീരാമന് വിജയമന്ത്രം ഉപദേശിക്കുകയും ചെയ്തു. അതത്രേ ആദിത്യ ഹൃദയ സ്തോത്രം. മഹർഷി അപ്രത്യക്ഷനാകുന്നു. ആദിത്യ ഹൃദയ സ്തോത്രം ഗ്രഹിച്ച ശ്രീരാമനാകട്ടെ ഊർജ്ജസ്വലനായി അന്തിമ പോരാട്ടത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നു. ഭഗവാൻ ഹരിയുടെ അവതാരമായാണ് സൂര്യദേവനെ കരുതിപ്പോരുന്നത്. ജീവിതം വല്ലാതെ ഇരുളിൽ അകപ്പെടുമ്പോൾ, വഴിയേതിനി എന്ന് നിശ്ചയമില്ലാതെ വരുമ്പോൾ ഈ പ്രകാശരൂപിയുടെ കരുണ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഏത് ജീവനും തേടുന്ന വെളിച്ചത്തെ നമ്മുടെ ഹൃദയസ്ഥിതമാക്കാൻ ഈ സ്തോത്രം നമ്മെ സഹായിക്കുന്നു. അടുത്ത നാൾ മുതൽ ആദിത്യ ഹൃദയ സ്തോത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.